വിഴിഞ്ഞം പദ്ധതിയുടെ ക്രെഡിറ്റ് ആർക്ക്? ഇതാണല്ലോ മാപ്രകൾ ചർച്ചയാക്കിയിരിക്കുന്ന വിഷയം. ഇതുമായി ബന്ധപ്പെട്ട രണ്ട് പ്രതികരണങ്ങൾ ജനം കേൾക്കേണ്ടതാണ്. അതും രണ്ട് പ്രമുഖ നേതാക്കന്മാരുടെ. ഒന്ന് കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായിട്ടുള്ള പിണറായി വിജയൻ്റെയും ഒപ്പം പ്രതിപക്ഷ നേതാവിൻ്റെയും. ഒരു പദ്ധതി യാഥാർത്ഥ്യമാക്കിയ സർക്കാർ എന്നുള്ള നിലയ്ക്ക് മുഖ്യമന്ത്രി പറഞ്ഞ വാചകവും ഒരു പ്രതിപക്ഷ നേതാവ് എന്നുള്ള നിലയ്ക്ക് ആ പദ്ധതിയെ സംബന്ധിച്ചുള്ള അവകാശവാദവുമായി ഉന്നയിക്കുന്ന ചില ക്രെഡിറ്റ് അടി വാചകങ്ങളുണ്ട്. അത് കേട്ടതിന് ശേഷം ആരാണ് ഒരു പദ്ധതി യാഥാർത്ഥ്യമാക്കിയതിന് ശേഷം ഉത്തരവാദിത്തപ്പെട്ട പദവിയിലിരിക്കുമ്പോൾ അതിന് അർഹിച്ച രീതിയിലുള്ള മറുപടി പറഞ്ഞതെന്ന് നിങ്ങൾ തന്നെ വിലയിരുത്തണം. അപ്പോൾ സതീശന് വിഴിഞ്ഞം പദ്ധതി യാഥാർത്ഥ്യമാകുമ്പോൾ അത് ഒരു തെരഞ്ഞെടുപ്പ് വർഷത്തിലേക്ക് കടക്കുന്ന സന്ദർഭത്തിൽ ജനം അത് കണ്ട് സർക്കാരിന് വോട്ട് ചെയ്യുമോ എന്ന ആവലാതിയിലും വെപ്രാളത്തിലും പറയുന്ന ആ ക്രെഡിറ്റ് അടി വാചകമാണ് പുണ്യാളം മുഖ്യമന്ത്രിയാണ് യാഥാർത്ഥ്യമാക്കിയത്, ഈ സർക്കാരിന് അതിലൊരു പങ്കുമില്ലെന്നാണ് അദ്ദേഹത്തിൻ്റെ അവകാശവാദം. അപ്പോൾ സതീശൻ്റെ പ്രതികരണം. വിഴിഞ്ഞം പദ്ധതിയുടെ ഉദ്ഘാടനവും തമ്മിൽ രണ്ട മുഖ്യമന്ത്രി ഇപ്പോൾ അതിൻ്റെ പൂർണ്ണമായ ക്രെഡിറ്റ് എടുക്കാൻ വേണ്ടിയിട്ട് നോക്കുക. ഈ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി ഈ വിഴിഞ്ഞം പദ്ധതി പ്രഖ്യാപിക്കുമ്പോൾ, UDF സർക്കാർ ഇത് പ്രഖ്യാപിക്കുമ്പോൾ അദ്ദേഹം പാർട്ടി സെക്രട്ടറി ആയിരുന്നു. അദ്ദേഹം പറഞ്ഞത് ഇത് 6000 കോടി രൂപയുടെ റിയൽ എസ്റ്റേറ്റ് ഇടപാടാണ്, ഇത് കടൽ കൊള്ളയാണ് എന്ന് പ്രഖ്യാപിച്ച ആളാണ് ശ്രീ പിണറായി വിജയൻ. ശ്രീ ഉമ്മൻചാണ്ടിക്കെതിരായി ആരോപണം ഉന്നയിച്ച ആളാണ്. 6000 കോടി രൂപയുടെ റിയൽ എസ്റ്റേറ്റ് ഇടപാടും കടൽ കൊള്ളയുമാണ്. കേരളത്തിലെ മത്സ്യത്തൊഴിലാളികൾ മുഴുവൻ തകർന്നു പോവരുടെ ഉപജീവനം ഇല്ലാതായി പോവും എന്ന് പറഞ്ഞ് ഇതിനെതിരായി നിലപാടെടുത്ത CPM ഇപ്പോൾ അത് യാഥാർത്ഥ്യമാകുമ്പോൾ അതിന്റെ ക്രെഡിറ്റ് എടുക്കാൻ പോകുന്നത് വൈക്കം മുഹമ്മദ് ബഷീറിന്റെ കഥാപാത്രത്തെ കേരളത്തിലെ ജനങ്ങളെ ഒന്നും കൂടി ഓർമ്മപ്പെടുത്തും. എട്ടുകാലി മമ്മൂഞ്ഞൻ. ഇത്രയുള്ളൂ സംഭവം. മനസ്സിലായില്ലേ? മാത്രമല്ല ഇത് സ്വാഭാവികമായ പൂർത്തീകരണമാണ്. 2019 പൂർത്തിയാകേണ്ടതാണ്. 2015 തുടങ്ങിയ പദ്ധതി 2025 പൂർത്തിയാകുന്നത്. ഗവൺമെന്റ് ചെയ്യേണ്ട 2-3 കാര്യങ്ങളുണ്ടായിരുന്നു. ഒന്ന്, 2017 റോഡ് കണക്ടിവിറ്റി പൂർത്തിയാക്കണം. 2025 തുടങ്ങിയിട്ടില്ല. 2019 റെയിൽ കണക്ടിവിറ്റി പൂർത്തിയാക്കണം. കേരള സർക്കാർ ചെയ്യേണ്ടതാണ്, ചെയ്തിട്ടില്ല ഇതുവരെ. 2025 ഈ സർക്കാർ ചെയ്യേണ്ട ഒരു കാര്യവും വിഴിഞ്ഞം പദ്ധതിയുമായിട്ട് ചെയ്തിട്ടില്ല. എന്നിട്ട് പദ്ധതി പൂർത്തിയായപ്പോൾ അത് കൊണ്ടുവന്ന ആളുകളെ വിസ്മരിച്ച് അവിടെ പോയി നിന്ന് പറവെടുത്ത് അതിന്റെ ക്രെഡിറ്റ് ഈ 4ാമത്തെ വർഷം എടുക്കാമെന്ന് പറഞ്ഞാൽ കേരളത്തിലെ ജനങ്ങൾ വിഡ്ഢികളല്ല എന്ന് മാത്രമാണ് എനിക്ക് വിനീതമായി കേരളത്തിന്റെ മുഖ്യമന്ത്രിയെ ഓർമ്മിപ്പിക്കാനുള്ളത്. കേട്ടല്ലോ, മുഖ്യമന്ത്രി ഒറ്റയ്ക്ക് ക്രെഡിറ്റ് എടുക്കാൻ ശ്രമിക്കുകയാണ്. കാര്യം പിണറായി വിജയൻ ഒറ്റയ്ക്കാണല്ലോ ഈ വിഴിഞ്ഞം പദ്ധതി യാഥാർത്ഥ്യമാക്കിയത്. ഇനി ഇതേ ചോദ്യം മാപ്രകൾ കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി നടത്തിയ വാർത്താ സമ്മേളനത്തിൽ ആവർത്തിക്കുന്നുണ്ട്. ആ സന്ദർഭത്തിൽ മുഖ്യമന്ത്രി പറഞ്ഞ വാചകങ്ങൾ നിങ്ങൾ തന്നെ കേട്ടിട്ട് വിലയിരുത്തൂ. ഒരു പദ്ധതി യാഥാർത്ഥ്യമാക്കിയതിന് ശേഷം അതിൻ്റെ പേരിൽ പൊങ്ങച്ചം പറച്ചിലോ അല്ലെങ്കിൽ അത് തൻ്റെ മാത്രം കഴിവ് എന്നുള്ള നിലയ്ക്ക് എവിടെയെങ്കിലും അദ്ദേഹം ഒരു മറുപടി പറഞ്ഞു വെച്ചോ എന്ന് നിങ്ങൾ ആ വാചകം ഒന്ന് ശ്രദ്ധിച്ചേ. ഇതൊക്കെ സാധാരണല്ലേ. ഇതിലൊക്കെ നമുക്ക് വലിയ ആശ്ചര്യമുണ്ടാകേണ്ട കാര്യമില്ലല്ലോ. ഈ പദ്ധതി പൂർത്തിയാക്കുക എന്നുള്ളതാണല്ലോ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനമായിട്ടുള്ള കാര്യം. നമ്മളിവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം വിഴിഞ്ഞം പദ്ധതിയുടെ ക്രെഡിറ്റ് അതൊരു തർക്കമായി കൊണ്ടുവരേണ്ടതായിട്ടില്ല എന്നാണ് തോന്നുന്നത്. ഈ ക്രെഡിറ്റ് നമ്മുടെ നാടിന് ആകെയുള്ളതാണ്. ഇതിൽ ഞങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്തു എന്ന ചാരിതാർത്ഥ്യം ഞങ്ങൾക്കുണ്ട്. അതാണ് ഞങ്ങൾക്കാകെയുള്ളത്. ഇവിടെ കല്ലിട്ട് എന്തുകൊണ്ട് മാത്രം കാര്യങ്ങളാകെ പൂർത്തിയാകില്ല. ഇപ്പോൾ കപ്പലോടുന്ന അവസ്ഥയിലേക്ക് എത്തിയല്ലോ, അത് നമ്മൾ കാണണമല്ലോ. എല്ലാവർക്കും ഇതെല്ലാം അറിയാവുന്നതാണല്ലോ. വിഴിഞ്ഞം പദ്ധതി ഈ സർക്കാരിൻ്റെയോ, അതായത് 2016 മുതലുള്ള സർക്കാരല്ല, അതിന് മുൻപുള്ള സർക്കാരിൻ്റെയോ 2011 മുതൽ 16 വരെയുള്ള ആ സർക്കാരിൻ്റെയോ കണ്ടെത്തലല്ല എന്നത് നാം പ്രത്യേകം ഓർമ്മിക്കേണ്ടതായിട്ടുണ്ട്. ഇത് പതിറ്റാണ്ടുകളായി നമ്മുടെ നാട്ടിൽ തുടരുന്ന ഒരു പ്രക്രിയയുടെ സാക്ഷാത്കരണമാണ്. അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്
ആ സാക്ഷാത്കരണത്തിൽ കഴിഞ്ഞ 9 വർഷം ഏറ്റവും നിർണായകമായിരുന്നു. അതാണതിൽ പ്രധാനം. ആ 9 വർഷത്തിൽ 2016 അധികാരത്തിൽ വന്ന സർക്കാരും ഇപ്പോഴുള്ള സർക്കാരും ഉചിതമായ കാര്യങ്ങൾ ചെയ്തു. അത് ക്രെഡിറ്റ് നേടുന്നതിന് വേണ്ടിയല്ല, നമ്മുടെ നാട് മുന്നോട്ട് പോകുന്നതിന് വേണ്ടിയാണ്. അറിയാലോ, ഇതുമായി ബന്ധപ്പെട്ട് ഒട്ടേറെ തർക്ക വിഷയങ്ങൾ നേരത്തെ ഉണ്ടായിരുന്നല്ലോ. ആ തർക്ക വിഷയങ്ങൾക്കല്ല പിന്നീട് പ്രാധാന്യം കൽപ്പിച്ചത്. കാരണം നാടിൻ്റെ വികസനത്തിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പദ്ധതിയാണ് എന്നുള്ളതുകൊണ്ട് ആ പദ്ധതിയുമായി മുന്നോട്ട് പോകാനാണ് സർക്കാർ, LDF സർക്കാർ തയ്യാറായത്. അപ്പോൾ നമ്മുടെ നാടിൻ്റെ മുന്നേറ്റത്തിന് സഹായിക്കുന്ന എല്ലാ പദ്ധതികളെയും പ്രോത്സാഹിപ്പിക്കുക എന്ന സമീപനമാണ് നമ്മൾ സ്വീകരിച്ചു വന്നിട്ടുള്ളത്. വിഴിഞ്ഞത്ത് ഏതെങ്കിലും തരത്തിൽ അതിലെ കൂടി പോകുന്നൊരു ബോട്ട് തള്ളിക്കൊണ്ടുവന്നിട്ട് ഉദ്ഘാടനം നടത്തുന്ന രീതിയല്ലല്ലോ വരാൻ പോകുന്നത്. ലോകത്തെ തന്നെ ഏറ്റവും വലിയ ചരക്ക് കപ്പലുകളാണല്ലോ അവിടെ വന്നുകൊണ്ടിരിക്കുന്നത്. നമ്മുടെയെല്ലാം കൺമുന്നിലുള്ള യാഥാർത്ഥ്യമല്ലേ ഇത്. അപ്പോൾ അതിൻ്റെ ക്രെഡിറ്റ് സ്വാഭാവികമായി ജനങ്ങൾ അർഹിക്കുന്നവർക്ക് നൽകിക്കൊള്ളൂ. നമ്മളതിന് തർക്കിച്ച് സമയം കളയേണ്ടതില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. കേട്ടല്ലോ, സതീശനായിരുന്നു ഈ കസേരയിലെങ്കിൽ ഇങ്ങനത്തെ വാചകമായിരിക്കുമോ നിങ്ങൾ കേൾക്കുന്നത്? സ്വയം പൊങ്ങിയും ഞാൻ മാത്രമാണെന്ന് പറയുന്ന സതീശന് ഒരുപക്ഷെ ഇത്തരം മറുപടി അദ്ദേഹത്തിൻ്റെ നാവിൽ നിന്ന് ഒരിക്കലും പുറത്തേക്ക് വരാൻ സാധ്യതയില്ല. തൻ്റെ കാലഘട്ടത്തിൽ അത് നിർവഹിക്കാൻ കഴിഞ്ഞു എന്ന ചാരിതാർത്ഥ്യമാണ് മുഖ്യമന്ത്രി പ്രകടിപ്പിച്ചത്. അതായത് വിഴിഞ്ഞം പദ്ധതി എന്നത് ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല, ഈ നാടിൻ്റെ സ്വപ്നമാണ്. അത് ചരിത്രാതീത കാലം തൊട്ട് ഈ നാട്ടിൽ ചർച്ച ചെയ്യപ്പെട്ട വിഷയമാണ്. ഒടുവിൽ അത് യാഥാർത്ഥ്യമാക്കാൻ കഴിഞ്ഞു എന്നുള്ളത് ഈ നാടിൻ്റെ വികസന സ്വപ്നത്തിൻ്റെ ഭാഗമായി തനിക്ക് നിറവേറ്റാനായി എന്നുള്ള മറുപടി എത്രമാത്രം വിനീതമായിട്ടുള്ള മറുപടിയാണ്. ഒരു ഭരണാധികാരിയെ സംബന്ധിക്കുന്നിടത്തോളം സ്വയം പുകഴ്ത്തലില്ല, സ്വയം പൊങ്ങച്ചമില്ല എന്ന് ആ വാചകങ്ങൾ തെളിയിക്കുന്നുണ്ട്. ഇത് തന്നെയാണ് രണ്ട് നേതാക്കന്മാരുടെയും ക്വാളിറ്റിയെ തുറന്നു കാട്ടുന്നത്. വ്യക്തി എന്നുള്ള നിലയ്ക്ക് ഒന്നും ചെയ്തില്ലെങ്കിലും എല്ലാം ഞാൻ പ്രതിപക്ഷ നേതാവെന്ന് പറയുന്ന സതീശനും ചെയ്ത് പൂർത്തീകരിക്കുന്ന കാര്യങ്ങളിൽ പോലും ഞാൻ എന്ന വാക്ക് തിരികെ കയറ്റാതെ അത് കൂട്ടായ പരിശ്രമത്തിൻ്റെ ഭാഗമാണെന്ന് പറഞ്ഞു വയ്ക്കുന്ന വ്യക്തി എത്ര വിശാല ചിന്താഗതിയുള്ള വ്യക്തിത്വമാണെന്ന് നിങ്ങൾക്ക് തന്നെ സ്വയം വിലയിരുത്തി നോക്കാവുന്നതാണ്.